ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വാതിലായ ഈശോയിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയെ കൂടാതെ, ഈശോയിലല്ലാതെ രക്ഷ നേടാനായിട്ട് നെട്ടോട്ടോടുക അല്ലേ. പലപ്പോഴും വിശുദ്ധരിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയും രക്ഷ നേടാനായിട്ട് ഓടുകയാണ്. ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. ഈ വിശുദ്ധരായിക്കോട്ടെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനകളായിക്കോട്ടെ, ഇവരൊക്കെ എന്നെ നയിക്കേണ്ടത് എങ്ങോട്ടേക്കാണ്? ഈശോയുടെ പക്കലേക്കാണ്. ഈശോയിലൂടെ അല്ലാതെ എനിക്കൊരിക്കലും രക്ഷ നേടിയെടുക്കാനായിട്ട് അതുകൊണ്ടാണ് സഭ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? വിശുദ്ധ കുർബാനയാണ്. കാരണം ഈശോയാണ്. വിശുദ്ധ കുർബാനയായിട്ട് ഈശോ എഴുന്നള്ളി. ആ കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതല്ല ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാൻ പറ്റണം. വാതിലായ മിശിഹായിലൂടെ കടന്നാൽ മാത്രമേ രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. പക്ഷെ പലപ്പോഴും ഇന്നത് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും പല മാർഗത്തിലൂടെ രക്ഷ നേടാനായിട്ട് ഓടി നടക്കാം. പക്ഷെ കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയിലൂടെ മാത്രം. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധനെയും വിശുദ്ധയോടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, കുർബാന മാറ്റി വെച്ചിട്ട് പോകരുത്. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതല്ല ഒരു വിശുദ്ധനും വിശുദ്ധയും എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. പക്ഷെ പലപ്പോഴും ഇന്ന് കുർബാനയൊക്കെ മാറ്റി വെച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും വിശുദ്ധന്മാർക്കും ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഓടുകയാണ്. പൊയ്ക്കോ, ഒരിടത്തും പോകണ്ട എന്ന് അച്ഛൻ പറയുന്നില്ല. മധ്യസ്ഥ പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറയും. പക്ഷെ ഈ മധ്യസ്ഥന്മാരെല്ലാം നമ്മളെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? ഈശോയിലേക്കാണ്. അവരൊക്കെ ചെയ്തത് ഈശോ ആഗ്രഹിച്ച, ഈശോ പറഞ്ഞ പ്രവൃത്തികളാണ്. അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചതല്ല, ഈശോയുടെ വചനം അനുസരിച്ച് ജീവിച്ച ഈ ഈശോ വിശുദ്ധ കുർബാനയായിട്ട് എന്നിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ആ ഈശോയെ മാറ്റി വെച്ചിട്ട് ഈ വിശുദ്ധരുടെ പിന്നാലെ പോകുമ്പോൾ സ്നേഹമുള്ളവരെ, ആ ജീവിതം കൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈശോയിലൂടെയാണ് രക്ഷ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ. ഈശോയാകുന്ന വാതിലിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട്, രക്ഷ നേടിയെടുക്കുവാനായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും വിശുദ്ധർക്കും ഉപരിയായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കുർബാനയിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിച്ച് അങ്ങനെ രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.